എല്ലാവർക്കും ഇരിക്കും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വളരെ വളരെ സന്തോഷമുണ്ട് ഇന്ന് ഇടമല ഇടവകയിൽ വന്ന് നിങ്ങളോടൊത്ത് ദൈവത്തെ ആരാധിപ്പാൻ ഇടയാകുന്നതിൽ. പ്രത്യേകിച്ച് പുതുക്കി പണിത പുനരുദ്ധാരണ ജോലികൾക്ക് ശേഷം പാഴ്സനേജിൻ്റെ പ്രതിഷ്ഠാ ശുശ്രൂഷയും കൂടെ നിർവഹിപ്പാൻ ഇടയാകുന്നതിൽ അതിയായ സന്തോഷം. വളരെ നാളത്തെ നമ്മുടെ ആഗ്രഹമായിരുന്നു. പല കാലഘട്ടങ്ങളിൽ അതിൻ്റെ പണികൾ നമ്മൾ അല്പാൽപമായി വിശാലപ്പെടുത്തി അത് പണിതിട്ടുണ്ട്. എന്നാൽ ഇത്തവണ അത് ഏതാണ്ട് പൂർണ്ണമായിട്ട് തന്നെ പുനരുദ്ധാരണ ജോലികൾ ചെയ്ത് തീർപ്പാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട് എന്ന് കാണുന്നതിൽ അതിയായ സന്തോഷം. പലപ്പോഴും നമ്മുടെ ഈ കാലാവസ്ഥയ്ക്ക് ഉള്ള ഒരു പ്രശ്നം ഓട് മേച്ചിലാണ് എങ്കിൽ പോലും പല സമയങ്ങളിലും കാറ്റിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുമ്പോൾ ഓട് ഇളകി നനച്ചിലും അതുപോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമായിരുന്നു. വേണ്ട രീതിയിൽ നമുക്ക് സൂക്ഷിപ്പാനും പലപ്പോഴും സാധിക്കുമായിരുന്നില്ല. വളരെ പൊക്കത്തിൽ നമുക്ക് പണിയാൻ പറ്റത്തില്ല. അങ്ങനെ ഒത്തിരി അസൗകര്യങ്ങളുണ്ടായിരുന്ന സ്ഥാനത്ത് വളരെ മനോഹരമായി അതിൻ്റെ മേക്കൂടൊക്കെ മാറ്റി, ഓട് മാറ്റി, ഷീറ്റ് മാറ്റി, വളരെ ഭംഗിയായി ബലവത്തായി പാഴ്സനേജിൻ്റെ പണികൾ പൂർത്തീകരിപ്പാൻ, പുനരുദ്ധാരണ ജോലി പൂർത്തീകരിപ്പാൻ ഇടയായതിൽ ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുകയും അതിനുവേണ്ടി അതിന് പിന്നിൽ അധ്വാനിച്ച എല്ലാവരെയും സഭയുടെ ഭരണസമിതി അംഗങ്ങൾ, കൈക്കാരന്മാർ, കമ്മിറ്റി അംഗങ്ങൾ, സെക്രട്ടറി, ഡയസിൻ കൗൺസിൽ അംഗങ്ങൾ, കപ്പയച്ചൻ, അതിനുവേണ്ടി പ്രത്യേക ചുമതല കൊടുത്ത പ്രിയപ്പെട്ടവർ, അച്ഛൻ, ഞങ്ങൾ എല്ലാവരെയും ഞാൻ ആ കാര്യത്തിൽ അഭിനന്ദിക്കുകയും ചെയ്തു. പഴയ കാലങ്ങളിൽ നമുക്ക് വീടുകൾ, മനോഹരമായ വീടുകൾ പല സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നു. എന്നാൽ വ്യാപകമായിട്ട് നമ്മൾ നോക്കുമ്പോൾ സൗകര്യപ്രദമായ വീടുകൾ എന്ന് പറയുന്നത് നമുക്ക് വളരെ വളരെ ചുരുക്കമായി ആ കാലഘട്ടത്തിൽ നിന്ന് മാറ്റി ഇപ്പോൾ പണിയപ്പെടുന്ന വീടുകൾ മിഷൻ ഭവനങ്ങളും അതോടൊപ്പം തന്നെ പാഴ്സനേജുകളിലും വളരെ ഭംഗിയായിട്ടും വളരെ സൗകര്യപ്രദമായിട്ടാണ് ചെയ്യുന്നത്. അത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുന്നു. കാരണം നമ്മുടെ സഭാമക്കളുടെ പലരുടെയും വീടുകൾ അതിമനോഹരമായ വീടുകളുണ്ട് ദൈവത്തിൻ്റെ കൃപയാൽ. അതുകൊണ്ട് അതിൽ ഒട്ടും മോശമാകരുത് അച്ഛന്മാർ താമസിക്കുന്ന, വിദേശിമാർ താമസിക്കുന്ന വീടുകൾ എന്ന് കരുതി അവരെ അതിനുവേണ്ടിയുള്ള ശ്രദ്ധ കൊടുക്കുന്നു. പണം ധാരാളം ചെലവഴിച്ച് നല്ല രീതിയിലുള്ള വീടുകൾ പണിയുന്നു. പ്രത്യേകിച്ച് ഇടമല ഇടവകയെ നിങ്ങൾ എല്ലാവരെയും ഞാൻ ആ കാര്യത്തിൽ അഭിനന്ദിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് നല്ല കാര്യങ്ങൾ ചെയ്യുവാനായിട്ട്. നമുക്ക് ഈ പ്രദേശത്ത് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ദേവാലയം തന്നെയാണ് നമ്മുടെ ഈ ദേവാലയം. നമ്മുടെ മിഷണറി റവറൻ A.F. പെയിൻ്റർ ആകുന്നു. പെയിൻ്റർ സാഹിബ് ഈ പ്രദേശങ്ങളിൽ, മങ്കൊമ്പ് തുടങ്ങി ഈ പ്രദേശങ്ങളെല്ലാം കർത്താവിൻ്റെ മഹത്വമേറിയ ശുശ്രൂഷകൾ ചെയ്തു. അനേകരെ കർത്താവിലേക്ക് അദ്ദേഹം കൊണ്ടുവന്നു. അങ്ങനെയാണ് ഈ പ്രദേശങ്ങളിൽ ആദ്യമായി സുവിശേഷം വ്യാപിച്ചതും ആളുകൾ, നമ്മുടെ പിതാക്കന്മാർ ഉൾപ്പെടെ അനേകരെ കർത്താവിനെ അറിവാനായിട്ട് ഇടയായി തീർന്നതും. അതെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുന്നു. കാലാകാലങ്ങളായി ദൈവം നമ്മളെ വഴി നടത്തിയ വിധങ്ങൾ, മനോഹരമായ സ്കൂൾ, നമുക്ക് വിദ്യാഭ്യാസ സ്ഥാപനം ദൈവം നമുക്ക് തന്നു. ആ കാലഘട്ടങ്ങളിൽ അങ്ങനെ ധാരാളം വിദ്യാഭ്യാസം ഇല്ലായിരുന്ന ഒരു കാലഘട്ടത്ത് നമുക്ക് ഇവിടെ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പാൻ, ദേശത്തുള്ള മറ്റ് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനും അറിവ് നേടുവാനുള്ള അവസരം ദൈവം നമുക്ക് നൽകി. അതെല്ലാം ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളാകുന്നു. അതുകൊണ്ട് ഓരോ വിശുദ്ധ ദിവസവും നമ്മളിവിടെ വരുമ്പോൾ ഇതെല്ലാം ഓർത്ത് നമ്മൾ ദൈവത്തിന് നന്ദി കരയറ്റണം. എന്തെല്ലാം നന്മകളാണ് ദൈവം നമുക്ക് ചെയ്തിരിക്കുന്നതെന്ന് ഓർത്ത് സ്തുതിപ്പാനും ബോധ്യപ്പെടുത്തുവാനും ഇടയായി തീരട്ടെ. ഓരോ വിശുദ്ധ ദിവസവും ഉള്ള അവസരമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ഒരിക്കൽ കൂടി മനോഹരമായി പാഴ്സനേജിൻ്റെ പുനരുദ്ധാരണ ജോലി ചെയ്തതിന് നിങ്ങളെ പ്രത്യേകമായി അഭിനന്ദിക്കുകയും ചെയ്യുന്നു. മഹാടുള്ള അഭിനന്ദനങ്ങൾ ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. കാരണം എടുത്തു പറയാൻ കാരണം ഇതിൻ്റെ ആ വീടിൻ്റെ മൂല്യം എന്ത് ചെയ്യുന്നു, വർദ്ധിച്ചിരുന്നു അല്ലേ. ഓരോ വർഷവും നമ്മൾ എങ്ങനെ അസറ്റ് വർദ്ധിപ്പിച്ച് അതിൻ്റെ അസറ്റിൻ്റെ ഒരു കണക്ക് കൊടുക്കുന്നു. നിങ്ങൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും, ഓരോരോ സഭകൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ പണികളൊക്കെ ചെയ്യുമ്പോൾ ഇത് ഒരു പുതിയ വീടൊക്കെ പണിതാൽ അതിന് ഏതാണ്ട് ഇത്ര വില വരും, ചിലവ് വരും എന്ന് പറഞ്ഞിട്ട് അത് കണക്കാക്കി നമ്മൾ എഴുതി കൊടുക്കാറ്. ഇവിടുത്തെ കണക്ക് വരുമ്പോഴും അത് തരട്ടിക്കൂടെ കയറി വരുന്ന കണക്കാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അത്രയും അസറ്റ് കൂടി വന്നതായിട്ട് കാണും. അത് ഓഡിറ്റേഴ്സ് അത് നോക്കി അത് അങ്ങനെയുള്ള കണക്ക് കൊടുക്കാറുണ്ട്. അത് ഞാൻ പറഞ്ഞതിൻ്റെ സാരം, CSI ഈസ്റ്റ് കേരള മഹാദേവിക്ക് ഇപ്പം അസറ്റ് എന്ത് ചെയ്യുന്നു, ഇപ്പോൾ പറഞ്ഞ കണക്കനുസരിച്ചാണെങ്കിൽ നമ്മളിപ്പോൾ സാധാരണ ഒരു 10 ലക്ഷമാണെങ്കിൽ മറ്റെന്തെങ്കിലും സാധന സാമഗ്രികൾ ആൾക്കാർ സംഭാവന ചെയ്യുന്നതിനേക്കാളും കൂടെ കൂട്ടി വരുമ്പോൾ ഒരു 10-15, 10 ആണെങ്കിൽ ഒരു 10-15 ലക്ഷം അല്ലെങ്കിൽ 20 ലക്ഷം രൂപ എന്നൊരു മതിപ്പ് വില നമ്മളതിനെ കണക്കാക്കും.
അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അതൊരു 5 ലക്ഷമായിരുന്നെങ്കിൽ ഇപ്പോൾ അത് 20 ലക്ഷമായിട്ട് എന്ത് ചെയ്യുന്നു, അസറ്റ് എന്ത് ചെയ്തു, വർദ്ധിച്ചു. നമ്മുടെ ഇവിടെയാണത്, നിങ്ങളാണതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചെങ്കിലും നമ്മുടെ മഹാടയ്ക്ക് ആകമാനമായിട്ടുള്ള സ്വത്ത് വർധനയിലാണ് അത് പ്രതിഫലിക്കുന്നത് എന്ന് ഞാൻ പ്രത്യേകമായി ഓർപ്പിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകമായി ഒരിക്കൽ കൂടെ നന്ദി, സ്നേഹവും സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് ഈ ശുശ്രൂഷയിലേക്ക് ഞങ്ങളെ കുടുംബമായിട്ട് ക്ഷണിച്ചതിന് പ്രിയപ്പെട്ട രാജേഷ് അച്ഛനോടുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. രാജേഷ് അച്ഛനും കൊച്ചമ്മയും മക്കളും അവരിവിടെ വന്നു. നിങ്ങൾ അവർക്ക് താമസിക്കാനുള്ള എല്ലാവിധമായ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. അതിന് ഞാൻ പ്രത്യേകമായി നിങ്ങളോടുള്ള നന്ദി അറിയിക്കട്ടെ. പണി പാഴ്സലേജ് മെയിൻ്റെനൻസ് ചെയ്യണം എന്ന് പറഞ്ഞതുകൊണ്ട് അവർ അവിടെ വന്ന് താമസിക്കാതെ മറ്റ് സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തുകയായിരുന്നു. അച്ഛൻ നമുക്കറിയാമല്ലോ, അച്ഛൻ ഗുരുങ്കുണ്ട മിഷൻ്റെ ചുമതലയിൽ ആയിരുന്നു. വളരെ 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 സുദൃഢമായ സേവനങ്ങൾ ആ പ്രദേശങ്ങളിൽ ഒരു പ്രൈമറി വർക്ക് എന്നുള്ള നിലയിൽ ചെയ്യാനായിട്ട് ദൈവം അച്ഛനെ ഉപയോഗിച്ചു. ഒത്തിരി ബുദ്ധിമുട്ടുകൾ, ഭാരങ്ങൾ, പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു, രോഗങ്ങളുണ്ടായിരുന്നു. കഠിനമായ രോഗങ്ങളല്ല, കഠിനമായ രോഗങ്ങളൊക്കെയും ഉണ്ടായിരുന്നു. അതിനെല്ലാം നടുവിൽ അച്ഛൻ ഇത്രയും വർഷം അവിടെ പ്രവർത്തിച്ചു. പിന്നീട് അത് തുടർന്ന് പ്രവർത്തിക്കാനായിട്ടുള്ള രോഗം അതുപോലുള്ള അവസരം കൂടെ വരുന്നതുകൊണ്ട് അതൊരു ബുദ്ധിമുട്ടുണ്ട് എന്ന് അച്ഛൻ പറയുണ്ടായി. അങ്ങനെ അച്ഛൻ വീണ്ടും നമ്മുടെ നാട്ടിലേക്ക് ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു പോകും. തുടർന്നും അച്ഛനും കൊച്ചമ്മയും അച്ഛൻ നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുക. ഗുരുങ്കുണ്ട മിഷൻ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും അച്ഛനാണ് അതിനകത്ത് കൂടുതലായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. അവിടുത്തെ ഭാഷ സംബന്ധമായിട്ടാണെങ്കിലും അവിടെയുള്ള മൊത്തം ആൾക്കാരുമായിട്ടുള്ള ബന്ധത്തിലാണെങ്കിലും ഫീൽഡുമായിട്ടുള്ള ബന്ധത്തിലാണെങ്കിലും ആ ഏരിയ ആയിട്ടുള്ള ബന്ധത്തിലാണെങ്കിലും അവിടെ കലാകാലങ്ങൾ വരുന്ന ബിഷപ്പുമാരുള്ള ബന്ധത്തിലും ആണെങ്കിലും അച്ഛനാണ് അതിനകത്തെ കൂടുതലായിട്ട് പരിചയം ഉള്ളത്. അതുകൊണ്ട് ഞാൻ അച്ഛനിവിടെ തിരിച്ചു വന്നപ്പോൾ കഴിഞ്ഞ ദിവസം വിളിച്ച് പറയേണ്ട, അച്ഛൻ നമുക്ക് അച്ഛനെ അതിന് പ്രത്യേക ശ്രദ്ധ ഗുരുങ്കുണ്ട മിഷന് വേണം. ഒരു ഞായറാഴ്ച, മാസത്തിൽ ഒരു ഞായറാഴ്ച എന്ത് ചെയ്യണം, അവിടെ പോയി അതൊരു സൂപ്പർവിഷൻ നടത്താനുള്ളൊരു സംവിധാനം കൂടെ അച്ഛൻ ചെയ്യണം. അത് കമ്മിറ്റിക്കാരോട് പറയണം എന്ന് ഞാൻ പറയുണ്ടായി. ഇതിൻ്റെ ചുമതല ഉള്ളപ്പോൾ തന്നെ അഡീഷണലായിട്ടൊരു ചുമതല അത് ചെയ്യണം എന്ന് പറയുണ്ടായി. കാരണം നമ്മൾ ഒരാൾ പറയുമ്പോൾ അത് മീഡിയേറ്റർ ഇല്ലാതെ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് അതിനകത്ത് കാര്യക്ഷമമായിട്ട് അവിടുത്തെ പ്രവർത്തനങ്ങൾ കൊണ്ടുപോകാനാണ് സാധിക്കും. ഒരാൾ പറഞ്ഞു, ഒരാൾ ഭാഷാന്തരപ്പെടുത്തി അല്ലെങ്കിൽ പരിഭാഷപ്പെടുത്തി വരുമ്പോൾ നമുക്കതിൻ്റെ നേരിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ രീതിയിൽ ഒരിക്കലും സാധിക്കും. അച്ഛനെ സംബന്ധിച്ച് അച്ഛൻ അവിടെ പോയി ഭാഷ പഠിച്ചു. കാര്യങ്ങൾ അച്ഛന് തെലുങ്ക് അത് മലയാളത്തിലേക്ക് പരസഹായമില്ലാതെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സാധിക്കും. മലയാളം തെലുങ്കിലേക്ക് പറയാനായിട്ട് സാധിക്കും. അതാണ് അതിനകത്ത് ഏറ്റവും വലിയൊരു പോസിറ്റീവ് സൈഡെന്ന് പറയുന്നത്. അതുകൊണ്ട് അച്ഛനോട് ആ കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ പ്രത്യേകമായിട്ട് ഓർപ്പിക്കും. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കായിട്ട് ആ കാര്യം പറയുകയും ചെയ്യും. മറ്റ് ക്രമീണങ്ങൾ അവിടെ അതുപോലുള്ള ക്രമീണങ്ങൾ വരുമ്പോൾ വരേണ്ടതായിട്ടുണ്ട്. നമ്മൾ അനേക പണം നമ്മളവിടെ ചെലവഴിക്കപ്പെട്ടിട്ടുണ്ട്. ഗുരുങ്കുണ്ട എന്ന് പറയുന്നത് ഒരു വലിയൊരു ഏരിയയുടെ തുടക്കമാണ്. അവിടെ പോയിട്ടുള്ളവർക്കറിയാം. അത് വലിയൊരു ഗേറ്റും കാര്യങ്ങളൊക്കെ അവിടെ എൻ്റെ ഗുരുങ്കുണ്ട ഒരു ഫോർട്ടുണ്ട്, ഒരു കോട്ടയുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. നമ്മളൊരു 200-205 ഗ്രാമങ്ങളുണ്ടെന്നാണ് ആദ്യം നമ്മൾ അറിഞ്ഞിരുന്നത്. പക്ഷേ പിന്നീടാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് 400 ചില്ലുവാനും ഗ്രാമങ്ങൾ ഉൾക്കൊള്ളുന്ന വളരെ വളരെ വിശാലമായൊരു ഏരിയയാണ്. അത്രയുള്ള പ്രദേശങ്ങൾ നമുക്ക് ആകെ മൊത്തം 5ഓളം പള്ളികളേ ഉള്ളൂ. പള്ളികൾ എന്ന് പറഞ്ഞാൽ CSA പള്ളി എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ പള്ളി, പലയിടത്തും 2-3 ആൾക്കാരേ ഉള്ളൂ. അങ്ങനെയുള്ള ഏരിയ ഉൾപ്പെടെയുള്ള ഏരിയയാണ് നമുക്ക് ഡയലിസുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്കത് ലഭിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് നിങ്ങൾ ആ കാര്യങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുക. അച്ഛൻ്റെ മിനിസ്ട്രിയും തുടർന്നും ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമേ എന്ന് ഓർപ്പിക്കുകയും ചെയ്തു. എല്ലാവിധമായ ആശംസകൾ ഞാൻ സമയത്ത് നിങ്ങൾക്ക് നേരുകയും ചെയ്യും. ഇന്ന് തൃത്വ ഞായറാഴ്ചയായിട്ട് കൊണ്ടാടുന്ന ദിവസമാകുന്നുവല്ലോ. ഇന്ന് വായിച്ചു കേട്ട വേദഭാഗങ്ങളിൽ പ്രത്യേകമായി സുവിശേഷ വേദഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുവരട്ടെ. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 9, 10, 11 വാക്യങ്ങൾ. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 9, 10, 11 വാക്യം ഞാൻ തന്നെ വായിക്കും. ആ കാലത്ത് യേശു ഗലീലയിലെ നസറേത്തിൽ നിന്ന് വന്നു. യോഹന്നാനാൽ യോർദാനിൽ സ്നാനം കഴിയും. വെള്ളത്തിൽ നിന്ന് കയറിയ ഉടനെ ആകാശം പിളരുന്നതും ആത്മാവ് പ്രാവ് പോലെ തൻ്റെ മേൽ വരുന്നതും കണ്ടു. നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി. പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഈ അതിമനോഹരമായ ആരാധനാ സമയത്തിനായി ഞങ്ങളെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. പല ഭവനങ്ങളിലാരും ഞങ്ങൾക്ക് ഒരു ഭവനത്തിലെ അംഗങ്ങളെ പോലെ അങ്ങയുടെ ആലയത്തിൽ ഒരുമിച്ച് വന്ന് ആരാധിപ്പാൻ, പ്രത്യേകിച്ച് ഒരു തിത്വ ഞായറാഴ്ചയായിട്ടും കൂടെ കൊണ്ടാടുവാൻ അങ്ങോട്ട് ഭാഗ്യം തന്ന കൃപയ്ക്കായ സ്തോത്രം.
അങ്ങയുടെ തിരുവചനത്തിൽ മറിഞ്ഞിരിക്കുന്ന ആഴമായ സത്യങ്ങളെ, പൊരുളുകളെ കർത്താവെ മനസ്സിലാക്കുവാൻ അങ്ങ് ഞങ്ങളെ പ്രാപ്തരാക്കണം. അതിനാൽ അങ്ങയുടെ വചനത്തോടുള്ള നല്ലൊരു സ്നേഹം, അങ്ങയുടെ വചനത്തോടുള്ള ഒരു ഇഷ്ടം ഞങ്ങളുടെ ഹൃദയത്തിൽ നൽകി അവിടുന്ന് അനുഗ്രഹിക്കണം. അങ്ങയുടെ തിരുവചനത്തെ ആഴങ്ങളെ ഗ്രഹിപ്പാൻ തക്കണം ഞങ്ങളുടെ ബുദ്ധിയെ അങ്ങോട്ട് പ്രകാശിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കും. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കർത്താവെ ഞങ്ങളുടെ ഭൗതിക ജീവിതത്തിന് അതുപോലെ തന്നെ ആത്മീയ ജീവിതത്തിനും വളരെയേറെ പ്രയോജനമുള്ളതിനാൽ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. അത് ഈ ലോകത്തിലും വരുന്ന ലോകത്തിലും പ്രയോജനമുള്ളതിനായി സ്തോത്രം. അതിനാൽ അതിശ്രേഷ്ഠമായ ഈ വചനത്തിൽ സദൈവൊന്നുവാൻ അങ്ങ് ഞങ്ങളെ പ്രാപ്തരാക്കണം. അല്പസമയം അങ്ങയുടെ തിരുസന്നിധിയിൽ താണിരിക്കട്ടെ. വചനം പറയുന്ന ബലഹീനനായ അടിനെയും കേൾക്കുന്ന അവിടുത്തെ മക്കൾ ഒരുപോലെ അവിടുന്ന് അനുഗ്രഹിക്കണം. പറയുന്നതിനപ്പുറം അതിൻ്റെ ആഴങ്ങളെ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ അങ്ങ് സഹായിക്കണം. മഹത്വം മാത്രം എടുക്കണമേ. യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് ദയയോടെ കേൾക്കണമേ. ആമേൻ. ഈ കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളോടുള്ള ചോദ്യം ഉത്തരം, ഈ അനേക സ്ത്രീകരണ ശുശ്രൂഷയിൽ പങ്കെടുത്തപ്പോൾ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ആ ചോദ്യത്തിൽ അല്ലെങ്കിൽ അവരോടുള്ള സംഭാഷണത്തിൽ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. നമ്മുടെ സഭയുടെ ഉപദേശങ്ങളോ തിരുവചനത്തിൻ്റെ ആഴമായ സത്യങ്ങളോ വേണ്ട രീതിയിൽ നമ്മളെ വളർന്നു വരുന്ന തലമുറ ഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതിനെക്കുറിച്ച് അല്പസ്വല്പമായ അറിവ് അവർക്കുണ്ട്, എങ്കിലും അതിൻ്റെ ആഴങ്ങളിലേക്ക് പോകാനോ അത് മനസ്സിലാക്കാനോ സാധിക്കാതെ പോകുന്നതുകൊണ്ട് അവരും പ്രായമായി വരുമ്പോൾ ഈ വിശ്വാസത്തിൽ, സഭയുടെ പഠിപ്പിക്കലുകളിലും ദൈവവിശ്വാസത്തിൽ ഉറച്ചു നിൽപ്പാൻ അവർക്ക് കഴിയാതെ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾ പലപ്പോഴും സഭയുമായിട്ടുള്ള അത്രമായിട്ടുള്ള ബന്ധം ഇല്ലാതെ മറ്റ് പല ബന്ധങ്ങളിലും ഏർപ്പെട്ടു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അത് മറ്റൊന്നുമല്ല, അവർ വിശ്വസിക്കുന്ന അവരുടെ വിശ്വാസ സംബന്ധമായ സഭയാണെങ്കിൽ നമ്മുടെ ചർച്ചിൻ്റെ, നമ്മുടെ സഭയുടെ അടിസ്ഥാന ഉപദേശങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാതെ, വേണ്ട രീതിയിൽ മനസ്സിലാക്കാതെ പോകുന്നതുകൊണ്ടാണ് അപ്രകാരം സംഭവിക്കുന്നത്. കഴിഞ്ഞ തവണ ഒരു ആരാധനയിൽ ഇപ്രകാരം ഞാൻ ചോദിച്ചു, കുട്ടികളോട് ചോദിക്കുന്ന ചോദ്യത്തിനിടയിൽ ചോദിച്ചു, കർത്താവിൻ്റെ പ്രാർത്ഥന അറിയാമോ? അപ്പോൾ അറിയാവുന്ന കുറേ പേര് കൈപൊക്കി, ഒരു കൊച്ചു മാത്രം കൈപൊക്കി. ചോദ്യം ഏതാണ്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന അറിയാമോ എന്നാണ് ചോദ്യം. ആ കൊച്ചിന് ആ പ്രാർത്ഥന അറിയത്തില്ല. കുറച്ച് ചൊല്ലി, ആദ്യം ഒരു വാചകം ചൊല്ലി കഴിയുമ്പോൾ പിന്നെ ചൊല്ലാൻ അറിയും. ആരുടെ കുഴപ്പമായിരിക്കും? ആരുടെ കുഴപ്പമായിരിക്കും? കൊച്ചെന്ന് പറഞ്ഞാൽ തീരെ കൊച്ചല്ല, 14 വയസ്സിന് നമ്മൾ സ്ഥിരീകരണം കൊടുക്കുന്നത്, അല്ലേ? 14 വയസ്സായ ഒരു ബാലൻ ആണ്. കർത്താവിൻ്റെ പ്രാർത്ഥന, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവിനുള്ള പ്രാർത്ഥന ആ കൊച്ചിന് അറിയത്തില്ല. ആരാണ് അതിന് ഉത്തരവാദി? ഓർക്കാൻ വേണ്ടി, ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. 10 കൽപ്പന മുഴുവൻ പഠിക്കാതെയാണ് എന്ത് ചെയ്യുന്നത്? പലപ്പോഴും ഈ കാലഘട്ടങ്ങളിൽ സ്ഥിരീകരണത്തിനാണ്ട് വരുന്നത്. ചോദ്യം ഇതാണ്, എന്താണ് അവർ സ്ഥിരീകരിക്കുക? എന്താണ് സ്ഥിരീകരിക്കുക? എന്താണെന്നും പറഞ്ഞാണ് പിള്ളേരെ എങ്ങനെ എന്ത് ചെയ്യുന്നത്? സ്ഥിരീകരണത്തിനാണ് കൊണ്ടുവരുന്നത്. വിശ്വാസപ്രമാണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന്, എത്ര വിശ്വാസപ്രമാണം ഉണ്ടെന്ന് പോലും അറിയത്തില്ലാത്ത അത്രയും അറിവോടെയാണ് എന്ത് ചെയ്യുന്നത്? അതിൻ്റെ ഇടയ്ക്ക് പല ഏതാനും അച്ഛന്മാരും അതുപോലെ തന്നെ സഭാശുശ്രൂഷകരും അതുപോലെ തന്നെ സൺഡേ സ്കൂളിലെ സ്ത്രീകരണം പഠിപ്പിക്കുന്നവരും വളരെ നന്നായ രീതിയോടെ പഠിപ്പിക്കുന്നുണ്ട്. പഠിപ്പിച്ചു വരുമ്പോൾ അതിൻ്റെ അകത്തുമുള്ളൊരു ശ്രദ്ധ എന്ന് പറഞ്ഞാൽ അവർക്ക് വേറെ ഒന്നുമേ അറിയത്തില്ല, അതിൻ്റെ അപ്പുറം ഇപ്പുറം ഒന്നും അറിയത്തില്ല. അതിനെക്കുറിച്ചുള്ള പഠിപ്പില്ല. നമ്മുടെ ഈ തിരുവചന സത്യങ്ങൾ പുത്തൻ തലമുറയ്ക്ക്, വളർന്നു വരുന്ന തലമുറയ്ക്ക് നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിൽ കാരണന്മാരായിരിക്കും നമ്മൾ വളരെ വളരെ ഗുരുതരമായ വീഴ്ച വരുത്തിയിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ താല്പര്യം. ഇവിടെ വായിച്ച് ഇന്നത്തെ നമ്മുടെ ഞായറാഴ്ചയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തൃത്വ ഞായറാഴ്ച, അല്ലേ? തൃത്വ ഞായറാഴ്ച. തൃത്വ ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ എന്നാ? വേറെ ഞായറാഴ്ച തൃത്വമില്ലേ? സഭയുടെ ആ ഒരു കലണ്ടർ അനുസരിച്ച് വരുമ്പോഴാണ് തൃത്വ ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഞായർ അതിന് തൃത്വ ഞായറാഴ്ച കൊണ്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം എന്താ? പെന്തക്കോസ്തായിരുന്നു, അല്ലേ? പെന്തക്കോസ്തായിരുന്നു. സ്വർഗാരോഹണം, പെന്തക്കോസ്ത്, തൃത്വം, അല്ലേ? പിന്നെ സഭയുടെ സാധാരണ സീസൺ ആരംഭിക്കുക. പിന്നീടാണ് കുറച്ചങ്ങോട്ട് പോകുമ്പോഴാണ് ഡിസംബർ മാസം അടുത്ത് വരുമ്പോൾ എന്ത് ചെയ്യുന്നു? അവിടെ വീണ്ടും ക്രിസ്മസ്, യേശുവിൻ്റെ ജനനം, അല്ലേ? അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നതാണ്. അപ്പോൾ അതങ്ങനെ ഒരു റൊട്ടേഷനായിട്ട് പോകണം. ഒരു വർഷം തന്നെ കർത്താവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം സഭാമക്കൾ ഓർക്കാനും പഠിക്കാനും അതിനെക്കുറിച്ച് ആഴമായ ജ്ഞാനം ഗ്രഹിക്കാനും തക്കവണ്ണം
സഭ ഒരുക്കിയിരിക്കുന്ന ഒരു സിസ്റ്റമാണ് സഭാ കലണ്ടർ അല്ലെങ്കിൽ പഞ്ചാംഗം എന്ന് പറയുന്നത്. അപ്പോൾ അതിലൂടെ കടന്നു പോകും. അത് കൃത്യമായിട്ട് നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ജനുവരി തൊട്ട് നമ്മൾ നോക്കുമ്പോൾ ഉടമ്പടി ദിനത്തെ ആരംഭിച്ച് ഇന്ന് പോകുന്നു. അതങ്ങനെ കർത്താവുമായുള്ള ബന്ധത്തിലാണ് മുഴുവൻ ആ കലണ്ടർ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. ജനനം, അതുപോലെ വളർച്ച, അതുപോലെ തന്നെ സ്നാന സ്വീകരണം. ഇവിടെ പറഞ്ഞിരിക്കുന്ന സുവിശേഷം വായിച്ചതിൽ യേശു സ്നാനം സ്വീകരിക്കുന്നതിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. സ്നാനം സ്വീകരിക്കുന്ന സമയത്തുള്ള ശബ്ദമാണ് അവിടുത്തെ ഇന്നത്തെ തൃത്വ ഞായറാഴ്ചയുടെ അതിശക്തമായിട്ടുള്ള വാക്യങ്ങളിൽ ഒന്നായിട്ട് ഒരുമിച്ചുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കും. അവിടെ പറഞ്ഞിരിക്കുന്നത് അതാണ്. ആ കാലത്ത് യേശു ഗലീലയിലെ നസറേത്തിൽ നിന്ന് വന്നു. യോഹന്നാനാൽ യോർദാൻ തന്നിൽ സ്നാനം കഴിഞ്ഞു യേശു എന്ത് ചെയ്യുന്നു? കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്ന ആ ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. വെള്ളത്തിൽ നിന്ന് കയറി ഉടനെ ആകാശം പിളരുന്നതും ആത്മാവ് പ്രാവ് പോലെ തൻ്റെ മേൽ വരുന്നതും കണ്ടു. നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദവും ഉണ്ടായി എന്ന് പറയുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരുമിച്ച് വരുന്ന ഒരു ഭാഗമാണ് ആ വേദഭാഗം. അതുകൊണ്ടാണ് ഇന്നത്തെ പാഠഭാഗമായിട്ട് സുവിശേഷ വേദഭാഗമായിട്ട് അത് എടുത്തിരിക്കുന്നത്. നമ്മൾ വിശ്വാസ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ, പ്രത്യേകിച്ച് ദൈവവിശ്വാസത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, അതൊരു പൊതുവിശ്വാസമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. എല്ലാ ആൾക്കാരും, മെജോറിറ്റി ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? ദൈവത്തെ വിശ്വസിക്കുന്നുണ്ട്. അവർ വിശ്വസിക്കുന്ന ദൈവങ്ങൾ എന്ത് ചെയ്യുന്നു? ഒരുപക്ഷെ വ്യത്യാസമുണ്ടായിരിക്കും അല്ലേ. അങ്ങനെയാണ്. ദൈവവിശ്വാസം ഉണ്ടാകുന്ന ചോദിച്ചാൽ ഉണ്ട്, പക്ഷേ ഏത് ദൈവത്തിൽ നിന്നുള്ള? ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചും അത് അവർ പ്രത്യേകമായി പഠിപ്പിക്കുന്ന കാര്യമുണ്ട്. ദൈവവിശ്വാസം എല്ലാവർക്കും ഉണ്ട്. പക്ഷേ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം എന്താണ്? നിങ്ങൾ വിശ്വസിക്കുന്നത് ഏക ദൈവത്തിലാണ്, യഹോവയാവുന്ന ദൈവത്തിലാണ്. അനേക ദൈവങ്ങളുണ്ട്. ആ ദൈവങ്ങളല്ല നിങ്ങളുടെ ദൈവം. ഈ ദൈവമാണ്, യഹോവയാവുന്ന ദൈവമാണ് നിങ്ങളുടെ ദൈവം. അവൻ സൃഷ്ടി മുതൽ ഈ കാലഘട്ടം വരെയും വീണ്ടെടുപ്പ് വരെയും ലോകത്തിൻ്റെ അവസാനം വരെ, അവസാനത്തിന് ശേഷവും ഉള്ളവനാണ് എന്ന് പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കുന്ന ആ പഠിപ്പിൽ നമുക്ക് കാണുവാൻ സാധിക്കും. മറ്റുള്ളവർ വിശ്വസിക്കുന്ന ദൈവം ആയിരിക്കത്തില്ല നമ്മൾ വിശ്വസിക്കുന്ന ദൈവം. വിശ്വാസം എല്ലാവർക്കും ഉണ്ടായിരിക്കും. അതിനെക്കുറിച്ച് വളരെ രസകരമായിട്ട് വേദവസ്തുത്തിൽ പരാമർശം ഇതാണ്: ദൈവമുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഉണ്ട്. ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. ശരിയാണ്, നിങ്ങളുടെ വിശ്വാസമൊക്കെ ശരിയാണ്. ദൈവമുണ്ടെന്ന് ആരും കൂടെ വിശ്വസിക്കുന്നു? ദൈവമുണ്ടെന്ന് സാത്താൻ കൂടെ വിശ്വസിക്കുന്നു. അപ്പോൾ സാത്താൻ്റെ ദൈവവിശ്വാസവും നിങ്ങളുടെ ദൈവവിശ്വാസവും തമ്മിൽ വ്യത്യാസമുണ്ടല്ലേ. സാത്താൻ ഒന്ന് വിശ്വസിക്കുന്നത് വേറെയാണ്, നമ്മൾ വിശ്വസിക്കുന്നത് വേറെയാണ്. ഞാൻ പൊതുവായിട്ട് പറയുമായിരുന്നു. ഇതെല്ലാവരുടെയും ആ വിശ്വാസം വ്യത്യാസമുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ഏകദൈവ വിശ്വാസം എന്ന് പറയുമ്പോൾ തന്നെ പിതാവായ ദൈവത്തിലും പുത്രനായ ദൈവത്തിലും പരിശുദ്ധാത്മാവായ ദൈവത്തിലുള്ള വിശ്വാസം, അതിനാണ് ത്രിയേക ദൈവ വിശ്വാസം, തൃത്വം എന്ന് പറയുന്നത്. പലപ്പോഴും ആദിമകാലങ്ങളെക്കുറിച്ച് നമ്മുടെ സഭയെക്കുറിച്ച് പഠിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ദൈവത്തിൻ്റെ അല്ലെങ്കിൽ യേശുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ചും പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്വത്തെക്കുറിച്ചും പിതാവിനെക്കുറിച്ചൊക്കെയും പല രീതിയിലുള്ള പഠിപ്പിക്കലുകൾ, വ്യത്യസ്തമായ പഠിപ്പിക്കലുകൾ ആ കാലങ്ങളിൽ ഉണ്ടായിരുന്നു എന്നും ചിലർ ദൈവത്തിൽ, പിതാവായ ദൈവത്തിൽ മാത്രമേ വിശ്വസിച്ചിരുന്നുള്ളതെന്നും ചിലർ പുത്രനിൽ മാത്രമേ വിശ്വസിച്ചിരുന്നുള്ളതെന്നും ചിലർ പരിശുദ്ധാത്മാവിൽ മാത്രമേ വിശ്വസിച്ചിരുന്നുള്ളൂ എന്നും ഇവർ ഒന്നും എല്ലാവർക്കും ദൈവത്തിന് തുല്യമായൊരു ദൈവത്വമില്ല എന്നും അങ്ങനെയുള്ള അനേകമായ സംശയം ജനിപ്പിക്കുന്ന പഠിപ്പിക്കലുകളിൽ ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നു, സഭയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ആദ്യകാലങ്ങളിൽ ഉണ്ടായ ഈ ഒരു വിശ്വാസ വൈരുദ്ധ്യങ്ങൾ സഭ ചരിത്രം നമ്മൾ നോക്കുമ്പോൾ അതിനെക്കുറിച്ച് കാണുന്നത് സ്കിസങ്ങൾ എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ദുരുപദേശങ്ങൾ എന്നാണ് പറയുന്നത്. ദുരുപദേശങ്ങൾ വർദ്ധിച്ചു വന്നപ്പോൾ അതിൽ നിന്ന് വിശ്വാസ സമൂഹത്തെ, ദൈവമക്കളെ യഥാർത്ഥ വിശ്വാസം പഠിപ്പിക്കാൻ വേണ്ടിയാണ് വിശ്വാസ പ്രമാണങ്ങൾ വിവരിക്കപ്പെട്ടത് എന്ന് നമ്മൾ സ്ഥിരീകരണ ക്ലാസ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പോസ്തലന്മാരുടെ കാലഘട്ടങ്ങളിൽ അവർ ഉപയോഗിച്ചിരുന്ന വിശ്വാസപരമായുള്ള ദൈവികമായിട്ടുള്ള വചനപരമായ ചില വാക്കുകൾ ഒരുമിച്ച് ചേർത്ത് അപ്പോസ്തോലിക വിശ്വാസ പ്രമാണവും ദുരുപദേശം വീണ്ടും വർദ്ധിച്ചു വന്നപ്പോൾ നിക്കിയ സുന്നകദോസ്, ഇന്ന് ഈ വർഷം എന്ന് പറയുന്നത് അതിൻ്റെ 1700 വാർഷികമാണ്. നിക്കിയ സുന്നകദോസിൻ്റെ 1700 വാർഷികമാണ് ഇന്ന് ഈ വർഷം നമ്മൾ കൊണ്ടാടുന്നത്. പല പ്രോഗ്രാമുകളും അതുമായിട്ട് ബന്ധപ്പെട്ട് നടന്നു പോകുന്നുണ്ട്. നിക്കിയ വിശ്വാസപ്രമാണം ഉണ്ടാകാൻ കാരണം അന്നുണ്ടായിരുന്ന ഈ അതിശക്തമായിട്ടുള്ള ദുരുപദേശമാണ്. ദുരുപദേശം വന്നപ്പോൾ അതങ്ങനെ അല്ല, ദൈവം എന്ന് പറഞ്ഞ് നിങ്ങൾ പറയുന്ന പോലെ അല്ല, അത് വളരെ വലിയൊരു ഒരു സത്യമാണ്, നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റാത്തൊരു സത്യമാണ് എന്ന് പറയുകയും അതോടൊപ്പം തന്നെ അത് ലളിതമാക്കി വിശ്വാസ സമൂഹത്തെ പഠിപ്പിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈ നിക്കിയ വിശ്വാസ പ്രമാണം ഉണ്ടായത്. ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അത്താനാസ്യോസ് എന്ന് പറയുന്ന സഭാപിതാവ്, വളരെ ഭക്തനായ മനുഷ്യൻ, അദ്ദേഹം രചിച്ചതാണ് അത്താനാസ്യോസിൻ്റെ വിശ്വാസ പ്രമാണം. അത് നമ്മൾ പണ്ട് കാലങ്ങളിൽ കുറേയൊക്കെ നമ്മൾ പള്ളികളിൽ ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ
അതിൻ്റെ ഒരുപക്ഷെ അത് വളരെ ദീർഘമായ വിശ്വാസ പ്രമാണമായതുകൊണ്ടാവാം നമ്മളത് ഉപയോഗിക്കാറില്ല. തൃത്വ ഞായറാഴ്ചകളിൽ ചില പള്ളികളിൽ എന്ത് ചെയ്യുന്നുണ്ട്, അത് ഉപയോഗിക്കാറുണ്ട്. ആ വിശ്വാസ പ്രമാണം വളരെ ദീർഘമായ വിശ്വാസ പ്രമാണം. അതിൻ്റെ ഒരു പഠിപ്പിക്കൽ പ്രകാരമാണ് പിതാവ് ദൈവമാണ്, പുത്രൻ ദൈവമാണ്, പരിശുദ്ധാത്മാവ് ദൈവമാണ്, എങ്കിലും 3 ദൈവങ്ങളല്ല ഒരു ദൈവം അത്രേ എന്നുള്ള ആ രീതിയിലുള്ള തൃത്വ വിശ്വാസത്തെ പഠിപ്പിക്കലിനെ അരക്കിട്ടുറപ്പിക്കുന്ന ഒരു വിശ്വാസ പ്രമാണമാണ് അത്താനാസിന്റെ വിശ്വാസ പ്രമാണം എന്ന് പറയും. നമ്മൾ മെയിൻ ലൈൻ ചർച്ചസ്, മറ്റ് ചില ചർച്ചകളും എല്ലാം ഈ തൃത്വ ദൈവ വിശ്വാസത്തിലാണ്, ത്രിയേക ദൈവത്തിലുള്ള വിശ്വാസത്തിലാണ് നമ്മൾ അടിയുറച്ചു നിൽക്കുന്നത്. നമ്മുടെ CSI സഭയുടെ അടിസ്ഥാന പ്രമാണത്തിലും നമ്മൾ തൃത്വ ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മറ്റുള്ള സഭകളിൽ നിന്ന് ആൾക്കാർ വരുമ്പോൾ, സഭകളിൽ നിന്നാണ് വരുന്നതെങ്കിൽ അവർ സ്നാനപ്പെട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കും. സ്നാനപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഏത് നാമത്തിൽ എന്ന് നമ്മൾ പ്രത്യേകമായി ചോദിക്കും. ഏത് നാമത്തിലാണ് അവർ സ്നാനപ്പെട്ടത്? നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, എല്ലാ ക്രിസ്ത്യാനികൾക്കും സ്നാനം ഒന്നല്ല. ചിലർ ദൈവനാമത്തിലാണ് സ്നാനപ്പെടുന്നത്, ചിലർ യേശുവിൻ്റെ നാമത്തിലാണ് സ്നാനപ്പെടുന്നത്, ചിലർ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലാണ് സ്നാനപ്പെടുന്നത്, ചിലർ പിതാവിൻ്റെയും പുത്രൻ്റെയും നാമത്തിലാണ് സ്നാനപ്പെടുന്നത്. ചില കൂട്ടക്കാർക്ക് സ്നാനമേ ഇല്ല. അവരെല്ലാം ക്രിസ്ത്യാനികളെന്ന് എന്ത് ചെയ്യുന്നു, അറിയപ്പെടും. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം അനുസരിച്ച്, CSI സഭയുടെ വിശ്വാസം അനുസരിച്ച് നമ്മൾ ത്രിയേക ദൈവത്തിലാണ് വിശ്വസിക്കുന്നതുകൊണ്ട് പുതിയതായിട്ട് മറ്റ് സഭകളിൽ നിന്ന് ആൾക്കാർ വരുമ്പോൾ നമ്മൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്, നിങ്ങൾ ഏത് നാമത്തിലാണ് സ്നാനപ്പെട്ടത്? തൃത്വനാമത്തിൽ അല്ലെങ്കിൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സ്നാനം കൊടുക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. തൃത്വനാമത്തിൽ സ്നാനപ്പെട്ടവർ അല്ലെങ്കിൽ വീണ്ടും നമ്മൾ സ്നാനം കൊടുക്കും. തൃത്വനാമത്തിൽ സ്നാനപ്പെട്ടവരെ വീണ്ടും നമ്മൾ സ്നാനപ്പെടുത്തുകയില്ല. അത് രണ്ടാം സ്നാനം എന്നുള്ള രീതിയിൽ വരുന്നതുകൊണ്ട് നമ്മളങ്ങനെ ചെയ്യാറ്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ വിശ്വാസം എന്താണെന്ന് നമ്മുടെ മക്കൾ എന്ത് ചെയ്യണം, നമ്മൾ അറിയണം. സഭാമക്കൾ അറിഞ്ഞിരിക്കണം, വിശ്വാസികൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിൻ്റെ വ്യത്യാസങ്ങൾ ഇത് വെറുതെ വന്നില്ല. ഈ പല ഗ്രൂപ്പുകളും അതിലുള്ള സഭകളിൽ നിന്ന് കാണുന്നതെല്ലാം അത് വെറുതെ ഒരു സുപ്രഭാതത്തിൽ വന്നതല്ല. ഓരോരോ കാലഘട്ടങ്ങളിൽ വന്ന വിവിധങ്ങളായ പഠിപ്പിക്കലുകളുടെ വ്യത്യാസത്തിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇതെല്ലാം ഉരുവായി വന്നത് എന്ന് നാം മറന്നു പോകരുത്. അതുകൊണ്ട് ഇന്ന് ലോകത്തിലുള്ള പ്രധാനപ്പെട്ട സഭകളെല്ലാം സ്വീകരിക്കുന്ന വിശ്വാസം എന്ന് പറയുന്നത് ഈ ത്രിയേക ദൈവ വിശ്വാസമാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലുള്ള വിശ്വാസമാണ്. അല്ലെങ്കിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ചേർന്നതാണ് ദൈവം, സർവശക്തനായ ദൈവം എന്ന് വിശ്വസിക്കുന്ന പാരമ്പര്യമാണ് നമുക്കെല്ലാവർക്കും ഉള്ളത്. അതിന് വിരുദ്ധമായുള്ള ഉപദേശങ്ങൾ ഉണ്ട് എന്ന് മറന്നു പോകരുത്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ കൃത്യമായി പറഞ്ഞിരിക്കണം. അപ്പോൾ ഇതിനെക്കുറിച്ച് എവിടെയാണ് പറഞ്ഞിരിക്കുന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ തൃത്വവിശ്വാസം എന്ന് പറഞ്ഞ് എന്ത് ചെയ്തില്ല, വേദോസനെക്കുറിച്ച് പറഞ്ഞില്ല. എന്നാൽ ഉൽപ്പത്തി തൊട്ട് വെളിപാട് വരെയുള്ള പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അതിനകത്തെല്ലാം നിഴലിച്ച് നിൽക്കുന്ന വിശ്വാസം എന്ന് പറയുന്നത്, പ്രവർത്തനം എന്ന് പറയുന്നത് ഈ ത്രിയേക ദൈവത്തിൻ്റെ വിശ്വാസമാണ്. അനേക വേദഭാഗങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നു. ഇവിടെയാണ് അത് ഈ 3 ഘടകങ്ങളും ഒരുമിച്ച് വരുന്നതായിട്ട് നമുക്ക് കാണുന്നു. ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഒന്ന്, യേശു യോഹന്നാനാൽ സ്നാനം കഴിപ്പാനായിട്ട് എന്ത് ചെയ്യുന്നു, യോർദാനിൽ ചെന്നു. നമുക്കറിയാം, ബാല്യകാലത്തിന് ശേഷം പരസ്യ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ 30-ാമത്തെ തിരുവയസ്സിൽ കർത്താവ് പരസ്യ വേല ആരംഭിച്ചു, തൻ്റെ ശുശ്രൂഷകൾ ആരംഭിക്കുന്ന തൊട്ട് മുമ്പായി സംഭവിക്കുന്ന കാര്യങ്ങളാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അവിടെ വചനത്തിൻ്റെ നിവൃത്തി എന്ന വണ്ണം കർത്താവിന് മുമ്പേ വരുന്ന യോഹന്നാൻ, സ്നാപക യോഹന്നാൻ വന്നു, അനേകരെ മാനസാന്തരപ്പെടുത്തി വഴിയൊരുക്കുന്നവൻ എന്നാണ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നു എന്ന് പറഞ്ഞ് വഴിയൊരുക്കി മാനസാന്തരത്തിൻ്റെ പ്രസംഗം കൊടുക്കുകയും വചനം പ്രഘോഷിച്ച് അനേക ആൾക്കാരെ മാനസാന്തരത്തിലേക്ക് നയിച്ചു. അവരുടെ തെറ്റുകുറ്റങ്ങൾ അവർ ഏറ്റുപറഞ്ഞു. സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുണ്ടായിരുന്ന ആൾക്കാർ അവരെ എല്ലാവരും യോഹന്നാൻ്റെ പ്രസംഗം കേട്ട് അവിടെ വന്നവരോടൊക്കെയും യോഹന്നാൻ പറഞ്ഞു. അവരുടെ മനസ്സിൽ, യഹൂദന്മാരുടെ, ഇസ്രായേൽ മക്കളുടെ മനസ്സിൽ ഒരു ചിത്രമുണ്ടായിരുന്നു, ഇതിനി ഒരു പക്ഷേ യേശു മശിഹ ആയിരിക്കുമോ എന്നൊരു ചിന്ത അവരുടെ മനസ്സിലുണ്ടായിരുന്നു. കാരണം അവർ മശിഹയ്ക്ക് വേണ്ടി പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് ഈ പ്രത്യേകമായി ആരെങ്കിലും സംസാരിച്ചാൽ, പ്രത്യേകമായ ആരെങ്കിലും ജീവിത രീതികൾ ഉണ്ടായാൽ അതെല്ലാം അവർ പ്രത്യേകമായി ശ്രദ്ധിച്ചിരുന്നു, അതൊരു പക്ഷേ മശിഹ ആയിരിക്കുമോ എന്ന്. അങ്ങനെ യോഹന്നാനെ അവർ നോക്കിയപ്പോൾ അവൻ സാധാരണ മനുഷ്യനിൽ നിന്ന് വളരെ വ്യത്യസ്തനായ ഒരു മനുഷ്യനാണ്. അവൻ്റെ ഉടുപ്പ് എന്ന് പറയുന്നത് ഒട്ടരോഗമുള്ള ഉടുപ്പാണ്, അരയിൽ തോൽവാറുണ്ട്. അവൻ വെട്ടിക്കിളി കാട്ടുതേനുമാണ് ഭക്ഷിക്കുന്നത്. സാധാരണ രീതിയിലൊന്നുമല്ല, വളരെ വ്യത്യസ്തമായി ജീവിതചര്യകളുള്ള രീതിയിലുള്ള ഒരു മനുഷ്യൻ. അവൻ വ്യത്യസ്തമായി സംസാരിക്കുന്നത് ദൈവത്തിൻ്റെ അത്ഭുതമേറിയ വചനങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട് അവൻ്റെ വചനം കേട്ട് ഒരു പരിധിവരെ പേടിച്ച, അല്ലെങ്കിൽ അവർ ഭയപ്പെട്ട ആളുകൾ ചോദിച്ചു. അവർക്ക് മനസ്സിലായി അവർ പാപികളാണെന്ന് മനസ്സിലായി. ചുങ്കക്കാർ പറഞ്ഞു, ചുങ്കക്കാരുടെ
അവരുടെ പാപപ്രവൃത്തികൾ കണ്ട് അവർ വന്നു, അയ്യോ യോഹന്നാനെ, ഞങ്ങളെന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണമല്ലോ, രക്ഷപ്പെടണമല്ലോ, ആത്മരക്ഷ പ്രാപിക്കണമല്ലോ, എന്ത് ചെയ്യണം? ഞങ്ങളുടെ തൊഴിലിതാണ്, ഞങ്ങൾക്ക് തൊഴിൽ വിട്ടു പോകാൻ പറ്റത്തില്ല, നികുതി പിരിവാണ് ഞങ്ങളുടെ തൊഴിൽ, ഞങ്ങളെ സമൂഹത്തിൽ ആർക്കും കാണത്തില്ല, ഞങ്ങളെന്ത് ചെയ്യണം? പറഞ്ഞ വാക്ക് വളരെ ക്ലിയറാണ്. എന്താണോ നിങ്ങളോട് പിരിക്കാൻ പറഞ്ഞിരിക്കുക അത് മാത്രം പിരിക്കുക. എന്താണോ നിങ്ങളോട് പിരിക്കാൻ പറഞ്ഞത് അത് മാത്രം പിരിക്കുക. അവർക്കത് കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവർ സന്തോഷത്തോടെ യോഹന്നാന്റെ അടുക്കൽ നിന്ന് മാനസാന്തര സ്നാനം കഴിഞ്ഞു എന്ന് നമ്മളിവിടെ വായിക്കും. പട്ടാളക്കാർ വന്നു, അവരോട് പറഞ്ഞു, നിങ്ങളുടെ ജോലി നിങ്ങൾക്കറിയാമല്ലോ, ആരെയും ബലാത്കാരം ചെയ്യരുത്, അനാവശ്യമായിട്ട് എന്ത് ചെയ്ത് ആരെയും നിങ്ങൾ കൈകാര്യം ചെയ്യരുത്. അവർക്കും സന്തോഷമായി, അവരും ആ വചനത്തിങ്കിൽ സന്തോഷമുള്ളവരായി തിരികെ പോയി. അങ്ങനെ വന്ന സകല ആൾക്കാരെയും മാനസാന്തരപ്പെടുത്തി യോഹന്നാൻ പറഞ്ഞു വിടുമ്പോൾ യോഹന്നാനെ ഇതാരാണ് എന്നറിയാൻ വേണ്ടി മറ്റ് പരീശന്മാർ തുടങ്ങിയ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ഇതിനിപ്പം ഈ പറയുന്ന മശിഹ ആയിരിക്കുമോ? യോഹന്നാൻ്റെ അടുക്കൽ ആൾക്കാരെ വിട്ടു, ദൂതന്മാരെ വിട്ടു, ചോദിച്ചു, വരുവാനുള്ളവൻ നീയോ അതോ ഞങ്ങൾ വേറെ ഒരുത്തിന് വേണ്ടി കാത്തിരിക്കണമോ എന്ന് ചോദിക്കുന്ന മശിഹ. യോഹന്നാൻ പറയുന്നുണ്ട്, ഇല്ല ഞാനല്ല മശിഹ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന മശിഹ ഞാനല്ല, അവന് വഴിയൊരുക്കാൻ വന്നവനാണ് ഞാൻ, എന്നിലും ബലമേറിയവൻ എൻ്റെ പിന്നാലെ വരുന്നു. എങ്ങനെയൊക്കെയും പ്രസംഗിച്ച് നടക്കുമ്പോഴാണ് ഒരു ദിവസം എന്ത് ചെയ്യുന്നത്, ഈ യേശു യോഹന്നാൻ്റെ അടുക്കൽ വന്നു സ്നാനം കഴിയുന്നു. യോഹന്നാന് മനസ്സിലായി ആരാണ് എൻ്റെ മുമ്പിൽ വന്നു നിൽക്കുന്നത് എന്ന് മനസ്സിലായി. യോഹന്നാന് പ്രത്യേകമായ വെളിപ്പാടുണ്ടായിരുന്നു. യോഹന്നാന് വെളിപ്പാട് ഇതായിരുന്നു, ആരുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്ന് ആവസിക്കുന്നുവോ അവൻ നീ സാധാരണ സ്നാനപ്പെടുന്ന ആളല്ല, അവൻ പരിശുദ്ധാത്മാവിനാൽ സ്നാനപ്പെടുന്നവനായിരിക്കും. ആ ഒരു വലിയ ദർശനം, ആ ഒരു വലിയ അരുളപ്പാട്, ഒരു വെളിപ്പെടുത്തൽ യോഹന്നാനുണ്ട്. അത് വെച്ച് ഓരോരുത്തരെയും സ്നാനപ്പെടുത്തുമ്പോൾ ദേ ഒരുവൻ വന്നിരിക്കുന്നു, അവൻ സാക്ഷീകരിച്ചിട്ടുള്ളവൻ തന്നെ. ഉടനെ യോഹന്നാൻ പറയുന്നുണ്ട്, അയ്യോ നിന്നാൽ ഞാൻ സ്നാനമേൽക്കാൻ ആവശ്യം, പിന്നെ നീ എൻ്റെ അടുത്ത് സ്നാനപ്പെടുന്നുവോ? ഉടനെ യേശുവിനും മനസ്സിലായവൻ എന്താണ് ചോദിക്കുന്നതെന്ന് പറഞ്ഞു, ഇപ്പോൾ സമ്മതിക്കും. ഇതതിൻ്റെ ഒരു ദൈവത്തിന് നിശ്ചയമാണിതെല്ലാം. ഉടനെ സ്നാനം കഴിപ്പിക്കുന്നു. അവിടെ സ്നാനം കഴിക്കുന്ന സമയത്താണ് പരിശുദ്ധാത്മാവ് പ്രാവ് പോലെ എന്ത് ചെയ്യുന്നു, ഈ യേശുവിൻ്റെ മേൽ വരുന്നതും സ്വർഗത്തിൽ നിന്ന് ശബ്ദം കേൾക്കുന്നതും. അതാണ് ഇവിടുത്തെ പ്രതിപാദ്യമാണ് പറഞ്ഞിരിക്കുന്നത്. വെള്ളത്തിൽ നിന്ന് കയറിയ ഉടനെ ആകാശം വളരുന്നതും ആത്മാവ് പ്രാവ് പോലെ തൻ്റെ മേൽ വരുന്നതും കണ്ടു. നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദവും ഉണ്ടായി. പുത്രൻ അവിടെ ഉണ്ട്, നമുക്ക് ദൃശ്യമാണ്. ആ ഭാഗത്ത് ആകാശം തുടർന്ന് പ്രാവ് ഇറങ്ങി വരുന്നത്, പരിശുദ്ധാത്മാവ് വരുന്നത് കാണുന്നു, അത് നമുക്ക് ദൃശ്യമാണ്. പിതാവിൻ്റെ ശബ്ദം സ്വർഗത്തിൽ നിന്ന് കേൾക്കുന്നതും അവിടെ ദൃശ്യമാണ്. അതാണ് 3 സംഗതികൾ എന്ന് പറയുന്നത്, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അതിനെക്കുറിച്ച് ഒരുമിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗമാണ് ഇത്. ഇന്ന് നമ്മൾ ലേഖനവേദ ഭാഗമായിട്ട് വായിച്ച ഭാഗത്തും അവിടെ പറഞ്ഞിട്ടുണ്ട്. അവിടെ വളരെ വലിയൊരു അനുഗ്രഹ വചനങ്ങളാണ് സാധാരണ നമ്മൾ ആശീർവാദം പറയുന്ന വചനങ്ങളാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. അവിടുത്തെ അനുഗ്രഹ വചനങ്ങൾ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. 2 കൊരിന്ത്യർ 13-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യത്തിൽ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. ആശീർവാദം എല്ലാം പലപ്പോഴും അതാണ്. തൃത്വനാമത്തിലാണ് ആശീർവാദങ്ങൾ. നമ്മുടെ വിശ്വാസം അതാണ്. തൃത്വ വിശ്വാസം ഒരുപക്ഷെ നമുക്ക് വേണ്ട രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ, വിവരിക്കാൻ പറ്റത്തില്ല എങ്കിലും അത് അതിമർമ്മമാണ്, അതിശേഷമാണ്. ഉൽപ്പത്തി മുതൽ സൂക്ഷ്മതയോടെ നമ്മൾ വചനം വായിച്ചു വരുമ്പോൾ പിതാവായ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളും പുത്രനായ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ആധുനിക സഭയുടെ, പുതിയ നിയമ സഭയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വെളിപ്പെടുത്തലാണ്. രക്ഷണ്യവേലയുടെ പരിസമാപ്തിയിലാണ് കാണാൻ സാധിക്കും. വേദവസ്തം നമ്മൾ സൂക്ഷ്മമായി ഒന്നുകൂടെ നമ്മൾ നോക്കിയാൽ, ദൈവം മനുഷ്യനെ സ്നേഹിച്ച്, എന്നെ നിങ്ങളെ സ്നേഹിച്ച് സ്നേഹം നിമിത്തമാണ് യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചത്, സ്വന്തം പുത്രനെ ഭൂമിയിലേക്ക് അയച്ചത്. മനുഷ്യരെ രക്ഷിപ്പാനാണ്, എന്നെ നിങ്ങളെ രക്ഷിപ്പാനാണ്. വേറൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ, ലളിതമായിട്ട് പറഞ്ഞാൽ, ഏദൻ്റെ ആ സൗഭാഗ്യത്തിൽ ആയിരുന്ന, ദൈവത്തോടു കൂടെ ആയിരുന്ന ജനം, ആദവും അവയും ഒരു ദിവസം അവർ അനുസരണക്കേടിനാൽ പാപം ചെയ്ത് ആ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്തുപോയി. ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്തുപോയ ആ മനുഷ്യനെ വീണ്ടും ഏദനിലേക്ക്, ആ പറുദീസയുടെ അനുഭവത്തിലേക്ക്, സ്വർഗ അവസ്ഥയിലേക്ക് തിരികെ വരുത്തുവാൻ ദൈവം പ്രവർത്തിക്കുന്ന പ്രവർത്തനമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദൈവം നീതിമാനാകിയാൽ വെറുതെ അനുസരണക്കേടിനാൽ ദൈവസന്നിധിയിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ വെറുതെ കൊണ്ടുവരാൻ പറ്റത്തില്ല. കാരണം അതിന് ശിക്ഷ ആവശ്യമാണ്. അനുസരണക്കേടിന് ശിക്ഷ ആവശ്യമാണ്. അതാണ് മരണമെന്ന് പറയുന്നത്. നമുക്കറിയാം, ഇസ്രായേൽ മക്കളെ സംബന്ധിച്ച് പറയുമ്പോൾ അവർ
ദൈവത്തെ ആരാധിപ്പാനായിട്ടോ സാധിക്കണമെങ്കിൽ അവർ തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് വേണം വരുവാൻ വേണ്ടി. ആ വിശുദ്ധീകരണത്തിൻ്റെ ഭാഗമായി അവർ യാഗം കഴിക്കണമായിരുന്നു. ഒരു മൃഗത്തെ യാഗം കഴിക്കണം, മൃഗത്തിൻ്റെ തലമേൽ കൈവെക്കണം, ആ മൃഗത്തെ യാഗം കഴിക്കണം. യാഗം കഴിക്കുമ്പോൾ താൻ മരിക്കുന്നതിന് പകരമായി, താൻ ഏൽക്കുന്ന ശിക്ഷയ്ക്ക് പകരമായി ആ മൃഗം അവിടെ യാഗമായി തീർന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അത് ഈ യഹൂദ ഇസ്രായേൽ സഭകളിൽ മാത്രമല്ല, വിശ്വാസം മാത്രമല്ല, മറ്റ് അനേക വിശ്വാസങ്ങളിലും ഇങ്ങനെ പാപമോചനത്തിന് വേണ്ടി യാഗം കഴിക്കുന്ന രീതിയിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പല കാര്യങ്ങൾ അത് പ്രതിപാദിച്ചിട്ടുണ്ട്. ഇവിടെയും ദൈവസന്നിധിയിൽ ചെല്ലണം, വിശുദ്ധനായ ദൈവത്തിൽ തന്നെ ചെല്ലണം. പാപിയായ മനുഷ്യൻ ശുദ്ധീകരിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ഞാൻ നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ആ യേശുവിൻ്റെ കാലം വരെ നമ്മൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇസ്രായേൽ മക്കളാണ് അവർ ദൈവത്തിൻ്റെ സ്വന്തം ജനമായി ദൈവസന്നിധിയിൽ വരുവാൻ തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചിരുന്നത്. അതിൻ്റെ ശുദ്ധീകരണത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയും നമ്മൾ പലപ്പോഴും പഠിച്ചിട്ടുണ്ടല്ലോ. എന്നാൽ അതെല്ലാവർക്കും, ആ രക്ഷ എല്ലാവർക്കും പ്രാപ്യമാകുവാൻ ദൈവം പ്രസാദിച്ചപ്പോൾ ദൈവം ആ രക്ഷൻ്റെ വേല മറ്റ് അനേകരിലേക്കും വ്യാപിച്ചു. യഹൂദന്മാരിൽ നിന്ന് ശമരിയിലേക്കും, ശമരിയിൽ നിന്ന് മറ്റ് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും പോയി. അങ്ങനെ നമ്മുടെ കേരളക്കരയിലും ഈ സുവിശേഷം വന്നു, വിശ്വാസം വന്നു. നമ്മുടെ ഈ പ്രദേശത്തും വിശ്വാസം വന്നു. നമ്മളൊക്കെയും രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നു. തീർച്ചയായും കാരണമായി തീർന്നത് ഈ ഒരു ദൈവത്തിൻ്റെ സ്നേഹമാണ്. അപ്പോൾ സൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോഴും അവിടെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് സൃഷ്ടിയെക്കുറിച്ച് നമുക്കൊരു സൃഷ്ടി നടത്താം എന്ന് ചുരുക്കി പറഞ്ഞാൽ പറയുന്ന ഭാഗം നമുക്ക് കാണാൻ സാധിക്കും. സൃഷ്ടി നടത്തിയതിന് ശേഷം വീണ്ടും ആ സൃഷ്ടിയിലേക്ക് തിരികെ കൊണ്ടിരുന്ന ഒരു ദൈവത്തിൻ്റെ അത്ഭുതമായ പ്രവർത്തനം നമുക്ക് കാണാൻ സാധിക്കും. പാപം മൂലം മനുഷ്യൻ ദൈവത്തിന് അകന്നുപോയി. വീണ്ടും മനുഷ്യനെ തേടി ദൈവം ചെല്ലുന്ന ഏറ്റവും അവസാനത്തെ രക്ഷണ്യ വേല എന്നാണ് പറഞ്ഞിട്ട് ലാസ്റ്റാണ്. ഇനി അത് അല്ലാതെ ഒന്നുമില്ല. ദൈവം മനുഷ്യനായി പിറന്നു എന്ന് നമ്മൾ പറയുന്നു. ദൈവപുത്രൻ എന്ത് ചെയ്തു? മനുഷ്യരെ രക്ഷിപ്പാൻ വന്നു. ആ രക്ഷയുടെ സന്ദേശം എല്ലാവരോടും അറിയിച്ചു. യേശുവിൻ്റെ വചനം കേട്ട് അനേകർ യേശുവിൻ്റെ പക്ഷത്തായി തീർന്നു, ക്രിസ്ത്യാനികളായി തീർന്നു. അവരെ ആ വിശ്വാസം ഉറച്ചു നിൽപ്പാൻ ദൈവവുമായുള്ള ബന്ധം നിരന്തരമായിട്ട് അവരിൽ ഉണ്ടാകണമെന്ന് കരുതി വേണമെന്ന് നിശ്ചയമുണ്ടായിരുന്നുകൊണ്ട് പരിശുദ്ധാത്മാവിനെ ദൈവം എന്ത് ചെയ്യുന്നു? നൽകി. പരിശുദ്ധാത്മാവിനെ നൽകി. പെന്തക്കോസ്ത് നാളിൽ, കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ ആചരിച്ച പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവിനെ ദൈവം നൽകി. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം എന്താ? പ്രവർത്തനം വേറൊന്നുമല്ല, നമ്മിൽ പാപബോധം വരുത്തുക എന്നുള്ളതാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം. പാപം പോലെ നാം ദൈവം അകന്നു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പാപത്തിലേക്ക് പോകരുത്, ദൈവപക്ഷം ചേർന്ന് നിൽക്കണമെന്ന് കൂടെ ഓർമ്മപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. അപ്പോൾ മനുഷ്യരെ, സൃഷ്ടിയെ, എന്നെയും നിങ്ങളെയും, മനുഷ്യനെ എല്ലാ സമയത്തും അവനെ സൃഷ്ടിച്ചതും അവനെ വീണ്ടെടുക്കുന്നതും അവനെ വീണ്ടും ഒരു വിശുദ്ധനായി ദൈവസന്നിധിയിൽ കൊണ്ടുവന്നെത്തിയിരിക്കുന്നതും ദൈവത്തിൻ്റെ പ്രവർത്തനമാണ്. ഒന്ന് പിതാവാണ് സൃഷ്ടി ചെയ്തിരിക്കുന്നത്, പുത്രനാണ് പാപത്താൽ ദൈവസന്നിധിയിൽ അകന്നുപോയ മനുഷ്യനെ അവനെ രക്ഷിക്കാൻ വേണ്ടി യാഗമായി തീർന്നത്. അവരെ, ആ വിശ്വാസത്തിൽ നിൽക്കുന്ന ആൾക്കാരെ ദൈവസന്നിധിയിൽ ചേർത്ത് നിൽക്കുന്നത്, പാപബോധം വരുത്തിക്കൊണ്ട് ദൈവപക്ഷത്ത് ചേർത്ത് നിന്നത് പരിശുദ്ധാത്മാവായ ദൈവമാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ, ഈ പുത്രൻ്റെ, ഈ ദൈവത്തിൻ്റെ ആരാധകരാണ്. അവൻ ഏകദൈവം എന്ന് നമ്മൾ വിശ്വസിക്കും. അത് നമ്മുടെ ലക്ഷ്യമാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ ദിനംതോറും ഇത് നമ്മൾ വായിക്കുക, ഈ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കുക. പരിശുദ്ധാത്മാവ് എന്താണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ നോക്കുക. അവൻ നമ്മളെപ്പോഴും പാപത്തെക്കുറിച്ച് ബോധം വരുത്തിക്കൊണ്ടിരിക്കും എന്ന് അസന്നിഗ്ധമായിട്ട് പറഞ്ഞിരിക്കും. സ്ഥിരീകരണ സമയത്ത് അത് തന്നെയാണ് നമ്മൾ പറയുന്നത്. ഇതിനെക്കുറിച്ച് അറിയാതിരുന്നാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ ഏറ്റവും ചെറിയ കുഞ്ഞുങ്ങളോട് വരെ, ചെറു പ്രായത്തിൽ തന്നെ അവരെ ഈ വിശ്വാസം പറഞ്ഞ് പഠിപ്പിക്കേണ്ടത് ആവശ്യമാണ്. കൽപ്പനകൾ പറഞ്ഞ് പഠിപ്പിക്കേണ്ടത് ആവശ്യമാണ്. ഒരു കൽപ്പന, ഞാനല്ലാതെ അന്യദൈവം നിങ്ങൾക്ക് ഉണ്ടാകരുത്, ഒരു കൽപ്പന. അങ്ങനെ പറഞ്ഞാൽ എന്താണ് അർത്ഥം? എന്താണ് എൻ്റെ അർത്ഥം? ഒരു ബിംബത്തെ ഉണ്ടാക്കാൻ നമസ്കരിക്കരുത്, അല്ലേ? എന്താണ് അർത്ഥം? നമ്മൾ ധാരാളം അങ്ങനെയുള്ള ഇടങ്ങളിലേക്കാണ് പോകുന്നത്, അല്ലേ? ധാരാളം ദൈവങ്ങളുള്ള, വിശ്വാസങ്ങളുള്ള, ആചാരങ്ങളുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അത് നമ്മൾ കാണുമ്പോൾ അതിൽ ഏതാണ് സത്യം എന്ന് തിരിച്ചറിയാൻ പരിശുദ്ധാത്മാവ് നമ്മെ എന്ത് ചെയ്യും? എപ്പോഴും ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും. അനേക സ്ഥലങ്ങളിൽ നേർച്ച കാഴ്ചകൾ കഴിക്കുന്നു. വേദോസം പറയുന്നു, യഹോവയ്ക്ക് നേരുകയും നേർത്തിക്കുകയും ചെയ്യും, അല്ലേ? മോഷ്ടിക്കരുതെന്ന് പറഞ്ഞിരിക്കുന്നു, കള്ളസാക്ഷ്യം പറഞ്ഞിരിക്കുന്നു, അതിനെക്കുറിച്ചുള്ള വിശദീകരണം എന്ത് ചെയ്യുന്നു? കൊടുക്കുന്നുണ്ട്. മനസ്സിലാക്കണം, എന്ത് ചെയ്യണം? ഇതെന്താണെന്ന് ഗ്രഹിക്കാൻ, അത് ഗ്രഹിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ്.
ഗ്രഹിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവ്. ഇല്ലെങ്കിൽ ഷണ്ണൻ്റെ വേദപുസ്തക വായന പോലെ ആയിരിക്കുള്ളൂ എന്ന് നമ്മൾ മറന്നു പോകാം. പരിശുദ്ധാത്മാവ് ആദ്യകാലങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അതിൻ്റെ പ്രവർത്തനം വളരെ ശക്തമായിട്ട് ശിഷ്യന്മാരുടെ മേൽ വന്നു. എത്യോപ്യ രാജ്ഞിയുടെ ഷണ്ണൻ തേരിലിരുന്ന് വേദപുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ് വന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഇങ്ങനെ ഒരാൾ വേദപുസ്തകം വായിക്കുന്നു, നീ ആ തേരിനോട് ചേർന്ന് നടക്കണം. അവിടെ നടന്നപ്പോൾ യെശയ്യാ പ്രവചൻ്റെ പുസ്തകമാണ് ഷണ്ണൻ വായിക്കുന്നത്. യെരുശലേമിൽ ആരാധനയ്ക്ക് ശേഷം തിരികെ പോവുകയാണ്. അർപ്പാനുള്ള ആടുകളെ പോലെ എണ്ണി എന്ന് പറഞ്ഞിരിക്കുന്നു. ആ ഭാഗം വായിച്ചപ്പോൾ ഫിലിപ്പോസ് ചോദിച്ചു, അല്ലയോ നീ വായിക്കുന്നത് ശ്രദ്ധിക്കുന്നുണ്ടോ, ഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഷണ്ണൻ സാധാരണ ചെറിയൊരാളല്ല. എത്യോപ്യ രാജ്ഞിയുടെ എല്ലാത്തിനും അധിപതിയായിട്ടുള്ള ഒരു വളരെ ഉയർന്ന ഉദ്യോഗസ്ഥനാണ് ഷണ്ണൻ. അദ്ദേഹം പറഞ്ഞു, നീ ചോദിച്ച ചോദ്യം ശരിയാണ്, എനിക്കൊന്നുമേ മനസ്സിലാകും. ഇതാരെക്കുറിച്ചാണ് പറയുന്നത്? എന്നെക്കുറിച്ചാണ് പറയുന്നത്, വേറെ ആരെങ്കിലും കുറിച്ച്? ഇത്രയും ചോദിച്ചതുകൊണ്ട് പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിന് മനസ്സിലായി ഈ പുള്ളിക്കാരൻ എന്താ അറിയാം, അവൻ്റെ വേഷവും കാര്യങ്ങളെല്ലാം കണ്ടപ്പോൾ. അപ്പോൾ നിനക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുമെങ്കിൽ തേരിലിരിക്കുക എന്ന് പറഞ്ഞു. തേരിലിരുന്നു. അറക്കാനുള്ള ആടിനെ പോലെ എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നതെന്നും അവനാണ് ഈ ലോകത്തിൽ പാപികളെ രക്ഷിപ്പാൻ വന്നതെന്നും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി അവൻ യാഗമായി തീർന്നെന്നും ഉള്ള കാര്യങ്ങൾ വിശദീകരിച്ചു. വെള്ള സ്ഥലത്ത് നിന്നപ്പോൾ തേര് നിർത്താൻ പറഞ്ഞു. വെള്ളം എന്നെ സ്നാനപ്പെടുത്തണമെന്ന് പറഞ്ഞു. വിശ്വസിക്കുന്നെങ്കിൽ ആകാം എന്ന് പറഞ്ഞു. ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയും. യേശു ദൈവപുത്രനെ ഞാൻ വിശ്വസിക്കും. സ്നാനം നൽകി. പിന്നെ ഫിലിപ്പോസിനെ കണ്ടില്ല. ഷണ്ണൻ സന്തോഷത്തോടെ തിരികെ പോയി എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കും. ഞാൻ ഇത്രയും പറഞ്ഞത് ഇതാണ്. എന്താണോ നമ്മൾ വായിക്കുന്നത് അത് നമ്മൾ വേണ്ട രീതിയിൽ എന്ത് ചെയ്യണം? ഗ്രഹിക്കണം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായം ആവശ്യം. ദൈവത്തിൽ ആശ്രയിച്ച്, പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച്, പുത്രനിൽ ആശ്രയിച്ച്, ത്രിയേക ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്തവൻ ധ്യാനിക്കുക. ത്രിയേക ദൈവം നമ്മുടെ വിശ്വാസമാണ്, നമ്മുടെ ദൈവമാണ്. അവനാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. നമ്മെ പരിപാലിക്കുന്നവൻ, നമ്മെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നവനും വീണ്ടെടുക്കുന്നതിനും ഈ ത്രിയേക ദൈവമാണ്. അതുകൊണ്ട് വിശ്വാസത്തോടെ അവനെക്കുറിച്ച് ചെയ്തിരിക്കുന്ന വചനം ശ്രദ്ധയോടെ വായിക്കും. ഈ ലോകത്ത് നമ്മൾ എങ്ങനെ ജീവിക്കണമെന്നുള്ളതിനകത്ത് വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. വായിച്ച് ഗ്രഹിച്ച് അതിപ്രകാരം ജീവിപ്പാൻ നമുക്ക് ഉത്സാഹിക്കാം. ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ അതിനെ നമ്മെ സഹായിക്കുകയും ശക്തിയിരിക്കുകയും ചെയ്യുമാറാകും. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനമൊത്തും കലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ.